നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര അന്തിമഹാകളങ്കാവ് വേല വെടിക്കെട്ട് നടക്കാത്തതിലുള്ള വിവാദം പല രീതിയിലും രാഷ്ട്രീയമായും അല്ലാതെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. ഹൈക്കോടതി ഈ വെടിക്കെട്ട് നിഷേധിച്ചതിലുള്ള കണ്ടെത്തൽ, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ് നിയമ വിദഗ്ധനും ചേലക്കര സ്വദേശി കൂടിയായ അഡ്വക്കേറ്റ് M. ഹരികിരൺ. ഹൈക്കോടതി എന്താണ് ഈ വിഷയത്തിൽ, വെടിക്കെട്ട് നിഷേധിച്ച വിഷയത്തിൽ ഹൈക്കോടതി എന്താണ്? ഇതിൽ സമാനമായ വെടിക്കെട്ടുകൾ പലരും പറയുണ്ടായി. ആറാട്ടുപുഴ ദേശം, കാവശ്ശേരി പൂരം, ഈ വെടിക്കെട്ടുകളെല്ലാം ADM നിഷേധിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി അനുമതി നൽകിയെന്നുള്ളത്. എന്തുകൊണ്ടാണ് അവിടേക്കെല്ലാം ഹൈക്കോടതി അനുമതി നൽകിയതും എന്തുകൊണ്ടാണ് അന്തിമഹാളങ്കാവ് വേലയ്ക്ക് നിഷേധിച്ചതും എന്ന് മാത്രം, അതിൻ്റെ നിയമവശം മാത്രം ഞാൻ പറയാം. ഇതിൽ രണ്ട് വരി ഞാൻ വായിക്കാം. Though the petitioners were requested to submit an on-site emergency plan, the same has not been submitted till date. It is further submitted that there is no proper way provided so that the rescue team could reach it in case of any untoward incident happening during public display work. രണ്ട് കാര്യം പറഞ്ഞാണ് ഇത് നിഷേധിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു ഓൺ-സൈറ്റ് എമർജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി അധികാരികൾ, പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ADM, പോലീസ് അധികാരികൾ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഓൺ-സൈറ്റ് എമർജൻസി പ്ലാൻ ഉണ്ടാക്കും. അത് ബാരിക്കേഡ് എത്ര ദൂരെ വെച്ചാണ് നിങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്നത്, എവിടെ വെച്ചാണ് നിങ്ങൾ വെടിക്കെട്ട് നടത്തുന്നത്, എവിടെയാണ് നിങ്ങളുടെ മാഗസിൻ, ഇതെല്ലാം കാണിച്ച് ഉള്ള പ്ലാൻ സബ്മിറ്റ് ചെയ്തില്ല ഇതുവരെ എന്നുള്ളതാണ് അനുമതി നിഷേധിക്കാനുള്ള മെയിൻ കാരണം. രണ്ടാമതൊരു കാരണം പറഞ്ഞത്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെയാണ് ഫയർ എഞ്ചിനും ഫയർഫോഴ്സും അല്ലെങ്കിൽ ആംബുലൻസും റെസ്ക്യൂ ടീം എങ്ങനെയാണ് ഈ കാഷ്വാലിറ്റീസിനെ, അതായത് അപകടം സംഭവിച്ചവരെ രക്ഷിക്കാനുള്ള വഴി ഒരുക്കിയിട്ടുള്ളത്. ഇത് രണ്ടും കാണിക്കാൻ ദേശ കമ്മിറ്റി, ഈ 5 ദേശ കമ്മിറ്റിക്കാർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. ഇത് ചെറിയൊരു കാരണമല്ല. ഇതൊരിക്കലും ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അനുമതി നിഷേധിച്ചിട്ട് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത് കൃത്യമായ ഓൺ-സൈറ്റ് എമർജൻസി പ്ലാനും റെസ്ക്യൂ ടീമിൻ്റെ വഴിയും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടാണ്. ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു കമ്മിറ്റി ഭാരവാഹികൾ എന്നുള്ളതാണ് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് മറ്റുള്ള 3 പൂരങ്ങൾക്ക് അനുമതി നൽകുന്നു, മറ്റുള്ള സ്ഥലങ്ങൾ വെടിവെട്ടുന്നു എന്നൊക്കെയാണ് സാധാരണക്കാർ, ജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് നിയമം ഇവിടെ മാത്രം പാലിച്ചില്ല? അതിൻ്റെ ഉത്തരവാദി താങ്കളിപ്പം ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ദേശവേല കമ്മിറ്റിക്കാരാണോ ഇതിൻ്റെ ഒരു കുറ്റക്കാർ എന്ന് നമുക്ക് പറയാൻ പറ്റും? അല്ല, അത് കൃത്യമായിട്ട് ഈ ഹൈക്കോടതി ഓർഡറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ 2 സാധനങ്ങൾ, ഓൺ-സൈറ്റ് എമർജൻസി പ്ലാൻ സമയത്ത് അധികാരികൾ പരിശോധന സമയത്ത് കാണിച്ചു കൊടുക്കുന്നതെന്നും വീഴ്ച പറ്റിയിട്ടുള്ളതും ഏത് വഴിയിലൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ പരിക്ക് പറ്റിയവരെ, ഇൻ കേസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പരിക്ക് പറ്റിയവരെ ഏത് വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർഫോഴ്സ് വരുന്നത്, പരിക്ക് പറ്റിയ ആംബുലൻസിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നത്, ഇതെല്ലാം ഏതെല്ലാം വഴികളിലൂടെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളാണ് നിങ്ങൾ ഒരുക്കിയത് എന്ന് പരിശോധന സമയത്ത് നോക്കിയപ്പോൾ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, കാണിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേല കമ്മിറ്റിക്കാരെ നമുക്കിത് വ്യക്തിപരമായിട്ട് പറയല്ല, അതിൻ്റെ നിയമപരമായിട്ടുള്ള വരികളിലൂടെ സാങ്കേതികത്വത്തിൽ ഞാൻ പറയുകയാണ്, നിയമപരമായിട്ട് ഈ 2 കാരണം പറഞ്ഞിട്ടാണ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുമതി നിഷേധിച്ചിട്ടുള്ളത്. മറ്റുള്ള കമ്മിറ്റിക്കാരെ ഞാൻ ഉത്തരവുകൾ വായിക്കുമ്പോൾ അവരെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു, എന്നിട്ടും ADM നിഷേധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നടത്താനുള്ള പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. ഈ 2 വർഷമാണ് വെടിക്കെട്ട്, താങ്കളുടെ നാടും കൂടിയാണ് ചേലക്കര. ഇതിന് മുൻപും ഇവിടെ വെടിക്കെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിയമം എവിടെയാണ്, അല്ല എങ്ങനെയാണെന്നൊക്കെയാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു വശത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിനെ, അത് പൊതുവെയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട്, എക്സ്പ്ലോസീവ്സ് ആക്ട്, ഈ 2 ആക്ടുകൾ അമെൻഡ് ചെയ്യണം എന്നുള്ളതാണെന്ന് ഞാനൊരു മാതൃഭൂമി വാർത്ത കണ്ടു. അത് അമെൻഡ് ചെയ്താൽ അതിൻ്റെ പൊട്ടിക്കുന്ന പെർമിസിബിൾ ക്വാണ്ടിറ്റിയുടെ പുറത്തേക്ക് പൊട്ടിക്കുന്നതിനാണ് ആ സാധനം വേണ്ടു. ഇതിപ്പോൾ ഈ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞ മിനിമം കാര്യങ്ങളായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് നേരത്തെ കണ്ട് ചെയ്തു വെക്കേണ്ടതായിരുന്നു. വളരെ നേരത്തെ തന്നെ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഈ ഏർപ്പാടുകൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഈവൺ ADMO പോലീസ് അധികാരികൾ കൊടുക്കുന്ന റിപ്പോർട്ടോ റിജക്റ്റ് ചെയ്താലും ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഉത്തരവ് കിട്ടുമായിരുന്നു. ആ കൺസിഡർ ചെയ്യാനുള്ള ഉത്തരവ് കിട്ടിയാൽ പോലും
ഈ പറഞ്ഞ നിയമപ്രകാരം അനുവദിക്കുന്ന ക്വാണ്ടിറ്റി പൊട്ടിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴത്തെ വിവാദം മന്ത്രിയുടെ നാട് കൂടിയാണ്, മന്ത്രി ഇടപെട്ടില്ല എന്നൊക്കെയാണ് മറ്റു രാഷ്ട്രീയ ആരോപണങ്ങൾ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ മറികടക്കുന്ന രീതിയിൽ തന്നെയാണല്ലേ കോടതി? അല്ല, ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ ബ്ലെയിമായിട്ട്, രാഷ്ട്രീയം പറയല്ല, ഒരു പൊളിറ്റിക്കൽ ബ്ലെയിമായിട്ട് ഇതിൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഇത് കേരള ഹൈക്കോടതി പറഞ്ഞ രണ്ടേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ പ്രൊവൈഡ് ചെയ്യാത്തതും എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ തീയണയ്ക്കുന്നതിനും ജനങ്ങളെ പരിക്ക് പറ്റിയവരെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ വഴി കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഇപ്പോൾ മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ എക്സോർവൈ ആരോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് കമ്മിറ്റിക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ വീഴ്ച വന്നിട്ട് നമ്മൾ പൊളിറ്റിക്കലായിട്ട് ബ്ലെയിം ചെയ്തിട്ട് കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത തവണ ചെയ്യണമെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ വെടിക്കെട്ട് നടക്കും തന്നെയാണല്ലേ? അല്ല, അടുത്ത തവണ എല്ലാം നിയമപരമായിട്ട് നിയമം അനുശാസിക്കുന്ന മുറയ്ക്ക് ഇതെല്ലാം തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലേക്ക് വെക്കുന്നതും വേണ്ടത്ര കരുതലെടുക്കാതിരിക്കുന്നതും കാര്യങ്ങൾ ഗൗരവം കുറച്ച് കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതിൽ രാഷ്ട്രീയക്കാരെ തലയ്ക്ക് ബ്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൊന്നുമില്ല. ഇതിൽ കോടതി ഉത്തരവെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിഷേധിച്ചെന്നുള്ളതാണ്. അത് നേരത്തെ കൂട്ടി അടുത്ത തവണയെങ്കിലും ഇനിയെങ്കിലും നേരത്തെ കൂട്ടി കമ്മിറ്റിക്കാരാലോചിച്ച് നിയമപരമായിട്ടുള്ള അഭിപ്രായം ആരാഞ്ഞ് അതിനെന്തൊക്കെ കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളത് പാലിച്ചതിന് ശേഷം എന്നിട്ടും അനുമതി ലഭിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് കൊടുക്കും എന്നുള്ളതാണ് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയും അതുപോലെ 2 കോമൺ ഓർഡറാണ് കാവശ്ശേരി പൂരം ഈ 2 കാര്യങ്ങൾ അവർ സമീപിച്ചതെന്നും അനുമതി ലഭിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നു.